ഒരു എ ടൂൾ പറഞ്ഞേ. ചാറ്റ് ജി പി ടി അല്ല എല്ലാവരും മനസ്സിൽ വിചാരിച്ചേക്കുന്നത്. എ ടൂൾ എന്ന് പറയുമ്പോൾ ചാറ്റ് ജി പി ടി മാത്രമേ ഉള്ളൂ. ചാറ്റ് ജി പി ടിക്ക് മുമ്പ് നമ്മൾ ബ്ലൈൻഡ്ലി ഡിപ്പെൻഡ് ചെയ്ത് എന്തിനായിരുന്നു? ഗൂഗിളിനായിരുന്നു. ചാറ്റ് ജി പി ടിയും ഗൂഗിളും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം കിട്ടിയാലോ? ഞാൻ ഇന്ന് വന്നേക്കുന്നത് ചാറ്റ് ജി പി ടിയെ പോലെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരുപാട് യുണീക്ക് ഫീച്ചേഴ്സ് ഉള്ള ഒരു ഹിഡൻ എ ടൂളുമായിട്ടാണ്. അപ്പോൾ ആ ടൂള് ഏതാണെന്ന് അറിയണമെങ്കിൽ വീഡിയോ ഫുള്ള് കാണാം. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സി സി ഇഗ്നൈറ്റ്. ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന എ ടൂൾ എന്ന് പറയുന്നത് പെർപ്ലെക്സിറ്റി ആണ്. അപ്പോൾ പെർപ്ലെക്സിറ്റി എന്താണെന്ന് നോക്കാം. പെർപ്ലെക്സിറ്റി എന്ന് പറയുന്നത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് കേപ്പബിലിറ്റീസ് ഉള്ള ഒരു ചാറ്റ് ബോട്ടാണ് പെർപ്ലെക്സിറ്റി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചാറ്റ് ജി പി ടിയും ഗൂഗിളും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫീലായിരിക്കും നിങ്ങൾ പെർപ്ലെക്സിറ്റി യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ പെർപ്ലെക്സിറ്റി നമ്മൾ ബേസിക്കലി എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ചാറ്റ് ജി പി ടിയെക്കാളും എന്ത് ഡിഫറൻസ് ആണ് പെർപ്ലെക്സിറ്റിക്ക് ഉള്ളത് നോക്കാം. ചാറ്റ് ജി പി ടി കൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പെർപ്ലെക്സിറ്റി യൂസ് ചെയ്തിട്ടും ചെയ്യാം. എങ്കിൽ പോലും പെർപ്ലെക്സിറ്റി നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് അക്കാഡമിക് റിസർച്ചിന്, മാർക്കറ്റ് റിസർച്ചിന്, കോമ്പറ്റീറ്റീവ് അനാലിസിസിന്, തീസിസ് ആൻഡ് ലിറ്ററേച്ചർ റിവ്യൂവിന്, കോഡിംഗ് ആൻഡ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷന്, ഇങ്ങനെയുള്ള കോംപ്ലക്സ് ടാസ്കുകളിലാണ് നമ്മൾ പെർപ്ലെക്സിറ്റി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ലൈവായിട്ട് എങ്ങനെ ഒതൻറ്റിക് ആയിട്ടുള്ള ആൻസേഴ്സ് പെർപ്ലെക്സിറ്റി തരുന്നു നോക്കാം. ഇതാണ് പെർപ്ലെക്സിറ്റിയുടെ ഇൻ്റർഫേസ് വരുന്നത്. ചാറ്റ് ജി പി ടിക്ക് സിമിലർ ആണ്. എങ്കിൽ പോലും ചാറ്റ് ജി പി ടിയെക്കാളും ബെറ്റർ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് പെർപ്ലെക്സിറ്റിയിലുണ്ട്. അപ്പോൾ ഈ പെർപ്ലെക്സിറ്റി ഞാൻ പറഞ്ഞത് ടീച്ചേഴ്സ് മാത്രമല്ല, പി എച്ച് ഡി ചെയ്യുന്ന ആളുകൾ, എം ഫിൽ ചെയ്യുന്ന ആളുകൾ, റിസർച്ച് ചെയ്യുന്ന ആളുകൾ, ഇവർക്കൊക്കെ പെർപ്ലെക്സിറ്റി നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചാറ്റ് ജി പി ടിയിലും ഗൂഗിളിലും കിട്ടുന്ന റിസൾട്ടിനെക്കാളും പെർപ്ലെക്സിറ്റിയിൽ എന്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊരു പ്രോംപ്റ്റ് കൊടുക്കുവാണ്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു റിസർച്ച് റിലേറ്റഡ് ഒരു പ്രോംപ്റ്റ് കൊടുക്കുവാണ്. ഗിവ് മീ റിസർച്ച് ടോപ്പിക് ഐഡിയാസ് ഓൺ നമുക്കൊരു ടോപ്പിക് ഇട്ട് കൊടുക്കാം, ലൈക്ക് ഗ്ലോബൽ വാർമിംഗ്. നമ്മൾ പ്രോംപ്റ്റ് ഇട്ട് കഴിഞ്ഞു. ചാറ്റ് ജി പി ടിയെക്കാളും ഡിഫറെൻ്റ് ആയിട്ട് പെർപ്ലെക്സിറ്റി ഒരു ഹിഡൻ ഫീച്ചർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് സെറ്റ് സോഴ്സസ് ഫോർ സെർച്ച്. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്തിൻ്റെ ബേസിലായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് വെബ് റിസൾട്ടാണോ, വെബ് എന്നുള്ള സെർച്ച് റിസൾട്ടാണോ, അക്കാഡമിക് റിലേറ്റഡ് ആണോ? ഈ അക്കാഡമിക് റിലേറ്റഡ് എന്താണ്? സെർച്ച് അക്കാഡമിക് പേപ്പേഴ്സ് എന്നാണ് ഇവരെടുക്കുന്നത്. പിന്നെയുള്ളത് സോഷ്യലാണ്, ഡിസ്കഷൻസ് ആൻഡ് ഒപ്പീനിയൻസ്. അടുത്തത് ഫിനാൻസ്. ഇങ്ങനെ ഒരുപാട് ഏരിയാസ് പെർപ്ലെക്സിറ്റി നമുക്ക് തരുന്നുണ്ട്. അഫ്കോഴ്സ് നമ്മൾ റിസർച്ചിനായതുകൊണ്ട് നമുക്ക് വേണ്ടത് അക്കാഡമിക് ആണ്. അപ്പം നമുക്ക് വെബ് റിസൾട്ട് അല്ല വേണ്ടത്, നമുക്ക് അക്കാഡമിക് റിസൾട്ടാണ്. അപ്പം ഞാനിവിടെ അക്കാഡമിക് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ 2 സോഴ്സാണുള്ളത്, നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 28 സോഴ്സ് ഇപ്പോൾ ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. ചാറ്റ് ജി പി ടിയിൽ സെയിം പ്രോംപ്റ്റ് ഇട്ട് കഴിയുമ്പോൾ എങ്ങനെയാണ് ആൻസർ വരുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ സൈറ്റേഷൻസ് ആണ്. എവിടെ നിന്നാണ് ഇതിൻ്റെ ഒറിജിനൽ സോഴ്സസ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഞാൻ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. നിങ്ങൾ റിസർച്ചൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, നമുക്കൊരു ഓപ്പൺ സോഴ്സ് റിവ്യൂ പേപ്പർ വേണം, അല്ലെങ്കിൽ ഓപ്പൺ ആക്സസ് റിവ്യൂ പേപ്പർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ യു give me an open access review paper based on global warming. ഓപ്പൺ ആക്സസ് ഉള്ള റിവ്യൂ പേപ്പേഴ്സിൻ്റെ റിസൾട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. കണ്ടോ? ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഏരിയാസ് എന്നുള്ള കുറച്ച് പ്രോംപ്റ്റ് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. നിങ്ങളിപ്പോൾ അക്കാഡമിക് റിസർച്ചാണ് നിങ്ങളുടെ ഏരിയ എന്നുണ്ടെങ്കിൽ അക്കാഡമിക് റിസർച്ച് റിലേറ്റഡ് ആയൊരു
പ്രോംപ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ ന്യൂ ചാറ്റ് കൊടുക്കുന്നു. എനിക്ക് വെബ് സെർച്ചാണ് വേണ്ടത്. സമ്മറൈസ് ദ മോസ്റ്റ് സൈറ്റഡ് പേപ്പേഴ്സ് ഓൺ ന്യൂറോപ്ലാസ്റ്റി പബ്ലിഷ്ഡ് ആഫ്റ്റർ 2025 അല്ലെങ്കിൽ 2024 കൊടുക്കാം. ഇതുപോലുള്ള കോംപ്ലക്സ് ഏരിയാസിൽ നിന്നുള്ള വളരെ ഒതൻറ്റിക് ആയിട്ടുള്ള റിസൾട്ടിന് നിങ്ങൾക്ക് പെർപ്ലെക്സിറ്റിനെ വളരെ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തൊരു പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയ പ്രോംപ്റ്റാണ്. വാട്ട് ഈസ് ദ മാർക്കറ്റ് സൈസ് ഓഫ് ദ എഡ്ടെക് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഇൻ 2025? നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളൊരു സാധനം കൂടിയാണ്. അപ്പോൾ ഏറ്റവും കറൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെ പെർപ്ലെക്സിറ്റി എടുത്തു തരുന്നുണ്ട്. അപ്പോൾ ChatGPT യൂസ് ചെയ്ത ആളുകൾക്ക് ഡിഫറൻസ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അടുത്തൊരു പ്രോംപ്റ്റ് നമുക്കൊരു തീസിസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുക്കാം. ഗിവ് മി എ ലിറ്ററേച്ചർ റിവ്യൂ ഓൺ ദ റോൾ ഓഫ് AI ഇൻ മെൻ്റൽ ഹെൽത്ത് ഡയഗ്നോസിസ്. ആൻസർ, ഇമേജസ്, സോഴ്സസ്, സ്റ്റെപ്സ്. ഇങ്ങനെ 4 ഏരിയാസ് ആയിട്ടാണ് പെർപ്ലെക്സിറ്റി നമുക്ക് റിസൾട്ടുകൾ എടുത്തു തരുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ChatGPTയുടെയും ഗൂഗിളിൻ്റെയും ഒരു കോംബോ ആയിട്ടാണ് നിങ്ങൾക്കിത് ഫീൽ ചെയ്യുക. അടുത്തൊരു പ്രോംപ്റ്റ് കൂടെ നോക്കാം. ഒരു സയൻസ് അല്ലെങ്കിൽ ടെക്നോളജി റിലേറ്റഡ് പ്രോംപ്റ്റ് നോക്കാം. Explain how quantum computing differs from classical computing with references. നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പെർപ്ലെക്സിറ്റിയുടെ ഏറ്റവും ഒരു യുണീക്ക് ഫീച്ചറാണ് നമുക്ക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അവർ താഴെ തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റീറൈറ്റ് ഓപ്ഷൻ, എക്സ്പോർട്ട് ഓപ്ഷൻ, ഷെയർ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് നമ്മളൊരു ടോപ്പിക്ക് റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞിട്ട് അതിന് നെക്സ്റ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൂടെ നമുക്ക് പെർപ്ലെക്സിറ്റി തരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വളരെ ടഫായിട്ടുള്ള തീസിസോ ഡോക്യുമെൻറ്റ്സോ എന്തെങ്കിലും സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം, നിങ്ങൾക്കത് വായിക്കുമ്പോൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പെർപ്ലെക്സിറ്റി ഒരു സൊല്യൂഷൻ തരുന്നുണ്ട്. നമുക്ക് ഫയൽസ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഇങ്ങനൊരു ഓപ്ഷൻ, ഇങ്ങനൊരു പ്രോംപ്റ്റ് കൊടുക്കാം. Can you please explain? അപ്പോൾ റിസർച്ച് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചർ കൂടിയാണ് ഇത്. ഇന്ന് നമ്മൾ അധികം പേർക്കും അറിയാത്ത, അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത പെർപ്ലെക്സിറ്റിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ ChatGPT മാത്രം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പെർപ്ലെക്സിറ്റി ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഈവൻ ടീച്ചേഴ്സ് ആണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും കാണുന്ന ആളുകൾക്കറിയാം, നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രെൻഡ്സും അപ്ഡേറ്റ്സും നമ്മൾ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പെർപ്ലെക്സിറ്റി യൂസ് ചെയ്യാത്തവരെ ഇപ്പം തന്നെ പെർപ്ലെക്സിറ്റി യൂസ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ലോകത്തെ പുതിയ ടൂൾസുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.